പുതിയ സിനിമകൾ ഇന്റർനെറ്റിൽ നിന്ന് അനധികൃതമായി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ജാഗ്രതയിൽ. ഉപഗ്രഹ സംവിധാനം വഴി ഇത്തരക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസിന്റെ ആന്റി പൈറസി സെൽ ഒരുങ്ങുന്നു. സിനിമകൾ മോഷ്ടിക്കുന്നവരുടെ കമ്പ്യൂട്ടറിന്റെ മുഴുവൻ വിവരങ്ങളും പോലീസിന്റെ പക്കലിലെത്തിക്കുന്ന സോഫ്റ്റ്വെയറാണ് സൈബർ സെല്ലിന് കരുത്തു പകരുന്നത്. പൈറസി ട്രാക്കർ തിരുവനന്തപുരത്തെ ഏതാനും യുവ IT എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ ഹാക്ക്ലോക്ക് സൊല്യൂഷൻസ് വികസിപ്പിച്ച സോഫ്റ്റ്വെയർ. പുതിയ സിനിമകൾ അനുമതി കൂടാതെ ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉടൻ ആ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സും MAC ഐഡിയും സംസ്ഥാന പോലീസിന്റെ ആന്റി പൈറസി സെല്ലിലെത്തും. ഹാക്ക്ലോഗിൽ രജിസ്റ്റർ ചെയ്യുന്ന സിനിമകൾക്കാണ് ഈ സംരക്ഷണം ലഭിക്കുന്നത്. ഇത്തരം സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചാലുടൻ ആന്റി പൈറസി സെല്ലിന്റെ ലോഗോയോട് കൂടിയുള്ള താക്കീതും കിട്ടും. മെസ്സേജ് അലർട്ടാണ് ആദ്യം ഒരു പോപ്പപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളെ സിനിമയുടെ തന്നെ ഒരു പോപ്പപ്പ് പോലെ കേരള പോലീസിന്റെ ഒഫീഷ്യൽ എംബ്ലവും ആ സിസ്റ്റത്തിന്റെ IP അഡ്രസ്സും എനിവേ IP അഡ്രസ് കോപ്പി ചെയ്യുന്നതുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ MAC ID നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. MAC ID ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതിനോട് പോർട്ട് നമ്പർ, ടൈം, എപ്പോഴാണ് ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നത്, ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ലൈവ് മോണിറ്ററിംഗ് ആണ്. സോഫ്റ്റ്വെയർ തയ്യാറാക്കി 4 മാസത്തിനിടെ 4746 പേർ അനധികൃതമായി സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചതായി കണ്ടെത്തി. സെർച്ചുകളിൽ നിന്ന് ലഭിക്കുന്ന IP അഡ്രസ്സുകൾ നിരന്തരം നിരീക്ഷിച്ച് പോലീസ് കേസ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങും. പൈറസി ട്രാക്കർ അധികം വൈകാതെ ആന്റി പൈറസി സെല്ലിന്റെ ഔദ്യോഗിക ആയുധമാകും. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.